അമേരിക്കയിൽ അടുത്തതായി കുറച്ച് അരിപ്രാഞ്ചികൾ ഒത്തുകൂടുന്നു. ഭൂലോക മലയാളികളുടെ പേരിൽ ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും വക്താക്കളാണെന്നാണ് ഇവന്മാരുടെ വിചാരം. ലോക മലയാളികളുടെ പേരിൽ ഇപ്പോൾ തന്നെ നൂറുകണക്കിന് സംഘടനകളുണ്ട്. ഒരേ പേരിൽ തന്നെ 4 സംഘടനകൾ. അതിലേതാ ഒറിജിനൽ, ഏതാ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ഇവന്മാർക്ക് പോലും അറിയില്ല. ആദ്യം ഒരു വേൾഡ് മലയാളി കൗൺസിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണിപ്പോൾ 4 എല്ലാവരും അവകാശപ്പെടുന്നത് അവരാണ് ഒറിജിനൽ എന്ന്. കണ്ടു നിൽക്കുന്നവർക്കും കേട്ടു നിൽക്കുന്നവർക്കും അറിയാം ആരാണ് ഒറിജിനൽ എന്ന്. പക്ഷെ ഇവന്മാർക്ക് മാത്രം ഇതൊന്നും അറിയില്ല. ഈ അരിപ്രാഞ്ചികൾ അമേരിക്കയിലെ ഡാളസിലാണ് ഒത്തുകൂടാൻ പോകുന്നത്, ഒരു ഹോട്ടലിൽ. അവിടെ ഒരു ദിവസത്തെ വാടക 90 രൂപയുള്ളൂ. ഇവന്മാരതിന് ഒരു ദിവസത്തേക്ക് 350 രൂപയാണ് വാങ്ങുന്നത്. ആളുകളെ എങ്ങനെ പറ്റിക്കാമോ അങ്ങനെയെല്ലാം മുതലാക്കാൻ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് കിട്ടിയവന്മാരാണ് ഈ അരിപ്രാഞ്ചികൾ. ഡാളസിലെ ലോക്കൽ മലയാളികളുടെ കൊച്ചുപൊടിയും താരാട്ടും കേൾക്കാം. കേരളത്തിൽ നിന്ന് വല്ലതും കൊണ്ടുവരുന്ന ടീമിന്റെ ആയിരുന്നുവെങ്കിൽ അത് മനസ്സിലാക്കാം ചിലവുള്ള കാര്യമാണെന്ന്. ഏതായാലും ഈ മീറ്റിംഗ് കഴിയുമ്പോഴേക്കും 10 പുത്തൻ ഇവന്മാരുടെ കയ്യിലിരിക്കും. ഇവരവകാശപ്പെടുന്നത് 35 പ്രൊവിൻസുകളിൽ കമ്മിറ്റികളുണ്ടെന്ന്, അതായത് 35 രാജ്യങ്ങളിലെ മലയാളികൾ പങ്കെടുക്കുമെന്ന്. അപ്പോൾ ഡാളസ് നിറഞ്ഞു കവിയും, അമേരിക്ക കുലുങ്ങും. ഇത് ഞാൻ പറഞ്ഞതല്ല, അരിപ്രാഞ്ചികൾ തന്നെ പറഞ്ഞതാ. ഇവരിതൊക്കെ പറയുമെങ്കിൽ മൊത്തം ഒരു ഓട്ടോറിക്ഷയിൽ കയറുന്ന ആളുകൾ മാത്രമാണുള്ളത്. അതിലൊരാൾ ഡാളസിലും മറ്റുള്ളവർ ദുബായിലും. ഇത് ദുബായിൽ നടത്തേണ്ടതായിരുന്നു. അന്തർദേശീയ പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ ദുബൈയിലാണ്. എന്നാൽ ചോദിക്കും, ഇത് അവിടെ നടത്തിയാൽ പോരെ എന്ന്. അവിടെ നടത്തിയാൽ ഒരു ഗുമ്മില്ലല്ലോ. അമേരിക്കയിലാ നടത്തുന്നതെന്ന് പറയുമ്പോൾ ഒരു ഗുമ്മൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ അമേരിക്കയിലോട്ടൊക്കെ വരാനും പറ്റും. പിന്നെ ഇതിൻ്റെ അന്തർദേശീയ ഭാരവാഹികൾ, പ്രസിഡന്റും ചെയർമാനും ഭാരവാഹികളും ഒക്കെ കസേരകളിയാണ്. അതും ഇവിടെ കാണാം. ഇപ്പോഴത്തെ പ്രസിഡന്റ് അരിപ്രാഞ്ചി 4 വർഷമായി. ഇനി ചെയർമാനായി മത്സരിക്കുക. മറ്റുള്ളവരൊക്കെ അതാത് കസേരകളിൽ തന്നെ ഇരിക്കും. ഈ കടലാസ് പുലികളുടെ ഗീർവാണം അതൊന്ന് കേൾക്കേണ്ടതാണ്. 100 കണക്കിന് വീടുകൾ കേരളത്തിൽ വെച്ചു കൊടുത്തുവെന്നും പലതിൻ്റെയും പണി നടക്കുന്നുവെന്നും പുതിയ പദ്ധതിയിൽ വസ്തുവും വീടുകളും ഒക്കെ കൊടുക്കുന്നു എന്നൊക്കെയാണ് വീമ്പിളക്കുന്നത്. അരിപ്രാഞ്ചികളെ, നിങ്ങൾ കൊടുത്ത വീടുകളുടെ എണ്ണവും വീട് കിട്ടിയവരുടെ അഡ്രസ്സും ഒന്ന് തന്നാൽ നേരിട്ട് പോയി ഒന്ന് കാണാമായിരുന്നു. ഒരുപാടൊന്നും വേണ്ട, ഒരു 5 വീടിന്റെ ഡീറ്റെയിൽസ് തന്നാൽ മതി. മൈക്ക് കാണുമ്പോൾ അരിപ്രാഞ്ചികൾക്ക് വീര്യം കൂടും. വായിൽ തോന്നുന്ന ഗീർവാണങ്ങളൊക്കെ അടിക്കും. ഒരിക്കലും കസേര ഒഴിയാത്ത പ്രസിഡന്റും ചെയർമാനും സെക്രട്ടറിയും ഒക്കെ അല്ലേ. 10 പുത്തൻ കയ്യിൽ വരുമ്പോൾ അതിൻ്റെ ഗുമ്മൊക്കെ കാണിക്കണ്ടേ? അല്പന അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്നത് പോലെ. അതുപോലെ 35 പ്രൊവിൻസുകളിൽ കമ്മിറ്റി ഉണ്ടെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവകാശപ്പെടുന്നത്. മൊത്തം 35 പേരുണ്ടോ എന്നാണ് കൂടെ നടക്കുന്നവർ പോലും ചോദിക്കുന്നത്. പിന്നെ ആളുകളെ പറ്റിക്കുന്ന മറ്റൊരു തട്ടിപ്പാണ് അവാർഡ് ദാനവും ആദരിക്കലും. കാശുള്ള ബിസിനസ്സുകാരെ കണ്ടുപിടിച്ച് ഓരോ പേരിട്ട് മെമൻഡോ കൊടുത്ത് ആദരിക്കും. അതിന് ഫീസായി പ്രോഗ്രാം സ്പോൺസർ ചെയ്യണം. പ്രോഗ്രാം സ്പോൺസർ ചെയ്യാതെ ആരെയും ആദരിക്കില്ല. 10 പുത്തനുണ്ടെങ്കിൽ ഒരു ഷാളും ഒരു പലകയും കിട്ടും. നാണമില്ലേ അരിപ്രാഞ്ചികളെ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ഷോ കാണിക്കാൻ? കഷ്ടം.